മുട്ടുതേയ്മാനമുള്ളവർ ചെരുപ്പ് വാങ്ങുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാമോ? വില കൂടിയ ചെരുപ്പോ വളരെ സോഫ്റ്റായ ചെരുപ്പോ വാങ്ങിയാൽ മാത്രം മുട്ടിന് നന്നാകണമെന്നില്ല. കാരണം നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന ചെരുപ്പ് നടക്കുമ്പോൾ നിങ്ങളുടെ കംഫർട്ട്, ബാലൻസ്, മുട്ടിന് അനുഭവപ്പെടുന്ന ലോഡ് എന്നിവയെ ബാധിക്കും. മുട്ടുതേയ്മാനമുള്ളവർ എങ്ങനെയുള്ള ചെരുപ്പ് തിരഞ്ഞെടുക്കണം, എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യത്തെ കാര്യം, നല്ല കുഷ്യനിങ് ഉള്ള ചെരുപ്പ് തിരഞ്ഞെടുക്കുക. നടക്കുമ്പോൾ കാലിന് കംഫർട്ടബിൾ ആയി തോന്നുകയും ഷോക്ക് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന സോളുള്ള ചെരുപ്പ് തിരഞ്ഞെടുക്കാം. പക്ഷേ വളരെ സോഫ്റ്റായി കാൽ അകത്തേക്ക് താഴ്ന്നു പോകുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ വേണ്ട. കംഫർട്ടബിൾ ആയിരിക്കണം, അതോടൊപ്പം സ്റ്റേബിൾ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, മടമ്പ് വളരെ ഉയർന്നത് ഒഴിവാക്കുക. ഹൈ ഹീൽസ് ഉപയോഗിക്കുമ്പോൾ നടക്കുന്ന രീതിയും മുട്ടിന് അനുഭവപ്പെടുന്ന ലോഡും മാറാം. അതുകൊണ്ട് മുട്ട് തേയ്മാനമുള്ളവർക്ക് സാധാരണയായി ലോ ഹീൽ അല്ലെങ്കിൽ ഫ്ലാറ്റിനോട് അടുത്ത കംഫർട്ടബിൾ ആയ ചെരുപ്പാണ് കൂടുതൽ അനുയോജ്യം. മൂന്നാമത്തെ കാര്യം, സോളിന് നല്ല ഗ്രിപ്പ് ഉണ്ടാകണം. വളരെ സ്മൂത്തായ സോളുള്ള ചെരുപ്പ് വഴുതാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് പ്രായമായവരിൽ മുട്ടുവേദനയോടൊപ്പം ബാലൻസ് പ്രശ്നമുണ്ടെങ്കിൽ സ്ലിപ്പ് റെസിസ്റ്റന്റ് ഗ്രിപ്പുള്ള സോൾ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമാണ്. നാലാമത്തെ കാര്യം, ശരിയായ സൈസ് തിരഞ്ഞെടുക്കുക. ചെറിയ ചെരുപ്പ് കാൽ ഞെരുക്കുകയും വളരെ ലൂസായ ചെരുപ്പ് നടക്കുമ്പോൾ സ്റ്റെബിലിറ്റി കുറയ്ക്കുകയും ചെയ്യും. കാൽവിരലുകൾക്ക് ചെറിയ സ്പേസ് ലഭിക്കുകയും ഹീൽ നടക്കുമ്പോൾ ചെരുപ്പിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കുകയും ചെയ്യുന്ന ശരിയായ ഫിറ്റ് തിരഞ്ഞെടുക്കുക. അഞ്ചാമത്തെ കാര്യം, പഴയ ചെരുപ്പ് ഒഴിവാക്കുക. ചെരുപ്പിന്റെ സോൾ ഒരു വശത്ത് കൂടുതൽ തേഞ്ഞിട്ടുണ്ടോ? കുഷ്യനിങ് പൂർണ്ണമായി കുറഞ്ഞോ? നടക്കുമ്പോൾ ചെരുപ്പ് ഒരു വശത്തേക്ക് ചരിയുന്നുണ്ടോ? എങ്കിൽ അത് മാറ്റേണ്ട സമയമായിരിക്കാം. ഒരു പ്രധാന കാര്യം, മുട്ടുതേയ്മാനമുള്ള എല്ലാവർക്കും പ്രത്യേക ഓർത്തോപീഡിക് ഷൂ അല്ലെങ്കിൽ ഇൻസോൾ ആവശ്യമാണ് എന്നില്ല. കാലിന്റെ ഷേപ്പ്, നടക്കുമ്പോഴുള്ള അലൈൻമെന്റ്, മുട്ടിന്റെ തേയ്മാനം ഏത് ഭാഗത്താണ്, വേദന എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾക്കനുസരിച്ചാണ് പ്രത്യേക ഇൻസോൾ അല്ലെങ്കിൽ ഫുട്വെയർ ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് വളരെ സോഫ്റ്റ് ആണോ അതോ ഹാർഡ് ആണോ? കമന്റ് ചെയ്യൂ. മുട്ടുതേയ്മാനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ.